ആശുപത്രികളിലെ മോർച്ചറികളെ കുറിച്ച് നിങ്ങൾക്കറിയില്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ഭയമുള്ള ഒരിടമാണ് മോർച്ചറി. ഒരുപാട് തവണ കണ്ടിട്ടുണ്ടെങ്കിലും ആ ഭാഗത്തേക്ക് നോക്കാൻ കൂടി എനിക്ക് ഇന്നും ഭയമാണ്. അതിന് ചില കാരണങ്ങളുണ്ട്. ദിവസവും അനേകം ശവശരീരങ്ങളാണ് മോർച്ചറികളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ രൂപം മനസ്സിലാക്കാൻ കഴിയുന്നതും രൂപം മനസ്സിലാക്കാൻ കഴിയാത്തവയും ഏറെയാണ്. അതെ, വളരെ കാലം പഴക്കമുള്ള ശവശരീരങ്ങളെല്ലാം ലഭിക്കുന്ന അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കുന്ന ഒരിടമാണ് മോർച്ചറി. പോസ്റ്റ്മോർട്ടങ്ങൾക്ക് ശേഷം ആ ശവശരീരങ്ങൾ കാലങ്ങളോളം ഫ്രീസറിൽ സൂക്ഷിക്കുമായിരുന്നു. ആ മോർച്ചറിയിലെ അവസാനത്തെ ജീവനക്കാരനും പടിയിറങ്ങി കഴിഞ്ഞാൽ പിന്നീട് അവിടെ ഉണ്ടാവുക അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ് മാത്രമായിരിക്കും. അങ്ങനെയുള്ള ഒരു സെക്യൂരിറ്റി ഗാർഡ് എന്നോട് പറഞ്ഞ വിചിത്രമായ കുറച്ച് കാര്യങ്ങളുണ്ട്. മോർച്ചറികളിലെ ആയുധങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവ ഏറ്റവും മൂർച്ചയുള്ളതും കനം തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ളവയുമാണ്. അതുകൊണ്ട് തന്നെ ചെറിയ ശബ്ദം പോലും അവിടെ വലിയ ഘോര ശബ്ദമായി മുഴങ്ങി കേൾക്കാറുണ്ട്. എന്നാൽ അന്നത്തെ രാത്രി സെക്യൂരിറ്റി ഗാർഡ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ആ ദിവസം മോർച്ചറിക്കുള്ളിൽ നിന്നും എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നതായിട്ടാണ് അയാൾ ആദ്യം അങ്ങോട്ട് ചെന്ന് നോക്കുന്നത്. പലവട്ടം ആലോചിച്ചിട്ടാണ് മോർച്ചറിയുടെ വാതിൽ തുറന്നത്. എന്നാൽ തുറന്ന സമയത്ത് മോർച്ചറിക്കുള്ളിൽ തികച്ചും ഇരുട്ട് മാത്രമായിരുന്നു. എന്നാൽ പെട്ടെന്ന് മോർച്ചറി ടേബിളിൽ ഒരു വിചിത്രമായ രൂപം തന്നെ തന്നെ നോക്കി നിൽക്കുന്ന പോലെ. പെട്ടെന്ന് കയ്യിലുള്ള ടോർച്ചൊന്ന് തെളിക്കാൻ നോക്കിയപ്പോഴും ആ ടോർച്ച് അയാൾക്ക് മുന്നിൽ തെളിയുന്നേ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ അദ്ദേഹം വാതിലടച്ച് പുറത്തേക്കിറങ്ങി. എന്നാൽ അന്നത്തെ രാത്രി മുഴുവൻ ആ മോർച്ചറിയിൽ നിന്നും എന്തൊക്കെയോ തരത്തിലുള്ള വിചിത്രമായ ശബ്ദങ്ങൾ കേട്ടുകൊണ്ടേയിരുന്നു. അടുത്ത ദിവസം തൻ്റെ സഹപ്രവർത്തകനോട് ഈ കാര്യം വിശദീകരിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു: വർഷങ്ങളോളം പഴക്കമുള്ള മോർച്ചറിയാണിത്. കാലങ്ങളോളം പഴക്കമുള്ള ശവശരീരങ്ങൾ ഇന്നും അവിടം ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. ഒരാത്മാവ് പോലും മണ്ണിലോ അഗ്നിയിലോ വെള്ളത്തിലോ ലയിക്കാതെ ഈ ലോകം വിട്ട് പോവില്ല എന്ന്. അതുകൊണ്ട് തന്നെ ആ ഫ്രീസറിൽ വെച്ച എല്ലാ ശവശരീരങ്ങളുടെയും ആത്മാക്കൾ നമുക്ക് ചുറ്റും നമ്മൾ പോലും കാണാതെ അലഞ്ഞു നടപ്പുണ്ട്. അതുപോലെയാണ് പല മോർച്ചറികളിലെയും അവസ്ഥ. ഇന്നും കേരളത്തിൽ പല മോർച്ചറികളിലും ഇത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില മോർച്ചറികൾ പ്രേതബാധ ഉണ്ടെന്ന് സ്ഥിരീകരിച്ചതിന് ശേഷം ഇന്നും പൂട്ടിയിട്ട നിലയിൽ കണ്ടിട്ടുമുണ്ട്.